ഹായ് അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വഴനിലയിൽ കൊമ്പിൾ ഉണ്ടാക്കി അതിൽ ചേരുവ നിറച്ച് ആവിൽ വേവിച്ചെടുക്കുന്ന കേരളീയ വിഭവമാണ് കുമ്പിളപ്പം. മറ്റ് അപ്പങ്ങളിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത ചക്കപ്പഴം ആണിതിൻ്റെ അവശ്യ ഘടകം എന്നുള്ളതാണ്. ചക്കപ്പഴം ഉപയോഗിച്ച് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ചക്കപ്പഴം കുരു കളഞ്ഞ് കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തത് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വരട്ടിയെടുക്കണം. ഞാനിവിടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുമുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏലക്കായ്പ്പൊടി, ചുക്കുപൊടി, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ചക്കപ്പഴം നെയ്യിൽ കിടന്ന് നന്നായി വരട്ടിയെടുക്കണം. എന്നാലാണ് നല്ല സ്വാദ് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ പരുവം കയ്യിലോണ്ട് കോരിയെടുക്കുമ്പോൾ ഒന്നിച്ച് വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നില്ല, പകരം ശർക്കര പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചക്കപ്പഴത്തിൽ ബ്രൗൺ ഷുഗർ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതേ കടായിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുമ്പിളപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകപ്പൊടിയാണ്. ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്തിളക്കി കൊടുക്കാം. റവക്ക് പകരം അരിപ്പൊടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് റവ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിനോടൊപ്പം തന്നെ 1/2 കപ്പ് അളവിൽ നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നാളികേരം ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പ്രധാന ചേരുവയായി ചക്ക വരട്ടിയതാണ്. ഈ ചേരുവയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം സ്റ്റൗവിൽ ആവി കൊടുക്കാനായി പാത്രത്തിൽ വെള്ളം ചേർത്ത് ചൂടാക്കിയെടുക്കണം. ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുമ്പിളപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി വഴനയില കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതുപോലെ കുമ്പിളാക്കിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ടൂർ സ്റ്റിക്ക് വെച്ച് പിൻ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ കുമ്പിളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. അങ്ങനെ കുമ്പിളപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഇവിടെ വെള്ളം തിളച്ച് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുമ്പിളപ്പം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് വരെ ഇത് ആവി കൊടുത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കുമ്പിളപ്പം എല്ലാം പാകമായി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ അല്ലേ, നല്ല ചൂട് കട്ടൻ ചായയും കുമ്പിളപ്പവും എന്താ രസമല്ലേ. പിന്നെ നമ്മുടെ ചക്ക വരട്ടിയത് നല്ല പെർഫെക്റ്റായി കിട്ടിയാൽ നമ്മുടെ കുമ്പിളപ്പവും നല്ല ടേസ്റ്റിയാകും. അപ്പോൾ എല്ലാവരും നന്നായി വളരെ ക്ഷമയോടെ ചക്ക വരട്ടിയെടുത്ത് കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ മക്കളെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.